2025 ഓഗസ്റ്റ് 14 ഇന്ത്യൻ സിനിമാ ലോകം ഏറെ നാളായി കാത്തിരുന്ന വലിയ പോരാട്ടം നടന്നു. ഋത്തിക് റോഷൻ, ജൂനിയർ NTR, കിയാര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ വാർ 2-ഉം രജനീകാന്ത് നായകനായ കൂലിയും ഒരേ ദിവസം തന്നെ റിലീസ് ചെയ്തു. വലിയ പ്രതീക്ഷകളും പ്രമോഷൻ ക്യാമ്പയിനുകളുടെയും പിന്നാലെ എത്തിയ ഇരു സിനിമകളും ആദ്യ ദിനം ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. പക്ഷേ കൂലിയെ അപേക്ഷിച്ച് വാർ 2-ന് അല്പം മുന്നേറ്റം നേടാൻ കഴിഞ്ഞു. വാർ 2-ഉം കൂലിയും രണ്ട് തലമുറകളിലെ സൂപ്പർ സ്റ്റാർ ശക്തികളുടെ ഏറ്റുമുട്ടലായിരുന്നു. വാർ 2 യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച സ്പൈ യൂണിവേഴ്സിന്റെ 4ാമത്തെ ചിത്രമാണ്. സംവിധായകൻ അയാൻ മുഖർജിയുടെ ആദ്യത്തെ വലിയ ആക്ഷൻ പരീക്ഷണമായി ഇത് കരുതപ്പെടുന്നു. 2019-ലെ വാർ വലിയ ഹിറ്റായതിനാൽ പ്രേക്ഷകർ രണ്ടാം ഭാഗത്തോട് പ്രത്യേക ആവേശമാണ് പ്രകടിപ്പിച്ചത്. കൂലി ദക്ഷിണേന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ബ്രാൻഡായ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്തിന്റെ 171ാമത്തെ സിനിമയാണ്. രജനിയുടെ മാസ് ഇമേജും ട്രെയിലറിൽ നിറഞ്ഞ ആക്ഷനും ആരാധകരിൽ പ്രതീക്ഷ ഉയർത്തിയിരുന്നു. സ്റ്റാർ പവർ, ഡബിൾ ഇമ്പാക്ട്, ഋത്തിക് റോഷന്റെ ബോളിവുഡ് ക്രെഡിബിലിറ്റിയും ജൂനിയർ NTRന്റെ ദക്ഷിണേന്ത്യൻ ആരാധക പട്ടാളവും ചേർന്നപ്പോൾ ചിത്രം പാൻ ഇന്ത്യൻ ഹിറ്റ് പോലെ ഹൈപ്പ് നേടി. കൂടാതെ സ്പൈ യൂണിവേഴ്സ് ബ്രാൻഡ്, പത്താൻ, ടൈഗർ 3, വാർ തുടങ്ങിയ ചിത്രങ്ങൾ വിജയിച്ചതിനാൽ YRF സ്പൈ യൂണിവേഴ്സ് എന്നത് തന്നെ ബ്ലോക്ക് ഓഫീസ് ഗ്യാരണ്ടിയായി മാറി. ആക്ഷൻ രംഗങ്ങളുടെ നിലവാരം, അന്താരാഷ്ട്ര ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഹൈടെക് ആക്ഷൻ സീക്വൻസുകൾ, IMAX അനുഭവം, CGI നിലവാരം എല്ലാം ഹോളിവുഡ് ലെവൽ എന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അഭിപ്രായപ്പെട്ടു. കൂലിക്ക് രജനീകാന്തിന്റെ മാസ് ഡയലോഗുകൾ, ഫൈറ്റ് സീനുകൾ, സംഗീതം എല്ലാം ആരാധകർ ആസ്വദിച്ചു. എന്നാൽ കഥയിൽ വലിയ പുതുമയില്ലാത്തതും സ്ക്രീൻ പ്ലേ ചില ഭാഗങ്ങളിൽ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതുമായിരുന്നു. സിനിമ റിലീസ് ദിനത്തിൽ മൾട്ടിപ്ലക്സുകളും സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിലും ഒരുപോലെ ആവേശം നിറഞ്ഞിരുന്നു. രണ്ട് സിനിമകളും വൻ പ്രതീക്ഷകളോടെ എത്തിയെങ്കിലും വാർ 2 കൂലിയെ അപേക്ഷിച്ച് മികച്ച തുടക്കം നേടി.